നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പതിവുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. എന്നാൽ നേരെ നമുക്ക് വാർത്തയിലേക്ക് പോയാലും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ രാജിവെച്ചു. രാജിവെക്കാതിരിക്കാൻ പഠിച്ച പണി 18 നോക്കി. മാധ്യമപ്രവർത്തകരെ കാണാതിരിക്കാനും പഠിച്ച പണി 18 നോക്കി. വീട്ടിലേക്ക് എത്തിയ മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി കാറിന് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ MLA ബോർഡ് ഉണ്ടല്ലോ, അതെടുത്ത് വീടിനകത്ത് വെച്ച് നോക്കി. ഒരു രക്ഷയില്ല. അവസാനം ഹൈക്കമാൻഡ് പറഞ്ഞു, മോനെ ദിനേശ, നീ പോയിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രാജിവെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നാണക്കേടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്ന് നാടകീയമായിട്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതുവരെ ഉയർന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണത്തിന് പോലും രാഹുൽ മാങ്കൂട്ടം മറുപടി നൽകിയില്ല എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ് എലി ഓടുമ്പോൾ ഒറ്റ ഓട്ടം. അങ്ങനെ എന്തായാലും രാജി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് ആളുകളുടെ പ്രതികരണങ്ങൾ നോക്കാം. നമ്മുടെ ഈ യുവ നേതാവിനെതിരെ, അതായത് യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകയായിട്ടുള്ള റിനി ആൻഡ് ജോർജിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പത്മജ വേണുഗോപാലിന്റെ, പിന്നെ KJ ഷൈൻ ടീച്ചറിന്റെ, KK ഷൈലജ ടീച്ചറുടെ, PP ദിവ്യയുടെ ഒക്കെ പ്രതികരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കാം, പരിശോധിച്ചു പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ വിഷയത്തിൽ റിനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. ഇപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ എന്താണ് രാജിവെച്ചതിൽ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. എന്തായാലും റിനി പേര് പറയുന്നില്ലെങ്കിലും റിനി ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്, ആരാണ് റിനിക്ക് മോശമായിട്ട് അശ്ലീല മെസ്സേജ് അയച്ചതെന്നും ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചതെന്നും ഒക്കെ അത് ആ റിനിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെയൊക്കെ നമുക്ക് വ്യക്തമാണ്. എന്തായാലും നമുക്കിനി ഒരു പ്രതികരണം കൂടി കാണാം. അത് പത്മജ വേണുഗോപാലിന്റേതാണ്. അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് കേട്ടത്. പത്മജ വേണുഗോപാൽ ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ അല്ലെ? എന്തായാലും പത്മജ വേണുഗോപാലിന്റെ അമ്മയൊക്കെ അവഹേളിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും പത്മജ വേണുഗോപാൽ എന്ത് മറുപടിയാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പക്ഷെ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നത്, ദേഷ്യമല്ല വന്നത്. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരിയാങ്കോര തന്തയല്ലല്ലോ എൻ്റെ തന്ത. കണ്ടല്ലോ, അതായത് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇവൻ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യും, അപ്പോൾ എന്തായാലും ഈ മാങ്ങാണ്ടിക്ക് നല്ല പണി കൊടുക്കാം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഈ ഒരു പ്രതികരണം കണ്ടപ്പോൾ തോന്നി. എന്തായാലും കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് പത്മജ വേണുഗോപാൽ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ KK ഷൈലജ ടീച്ചറിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ടീച്ചറിന്റെ പ്രതികരണം ഫേസ്ബുക്കിലാണ് നടത്തിയിട്ടുള്ളത്. അതൊന്ന് വായിക്കാം. ശേഷം PP ദിവ്യയുടെയും ഷൈൻ ടീച്ചറിന്റെയും പ്രതികരണം നമുക്ക് നോക്കാം. ഇതൊക്കെ ഫേസ്ബുക്കിലാണ് ഇവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചു വന്ന ഗുരുതര ആരോപണങ്ങൾ കേവലം സ്ഥാനമാനങ്ങളുടെ രാജിയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും ആകെ വെല്ലുവിളിയാവുന്ന ഒരു മാനസികാവസ്ഥയ്ക്കുടമയാണ് ഇയാളെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇയാൾക്കെതിരെ തുടർച്ചയായി ലഭിച്ച പരാതികളെല്ലാം അവഗണിച്ച് ജനപ്രതിനിധിയാവാൻ ഉൾപ്പെടെ അവസരം നൽകിയ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ ഉണ്ടെന്നുള്ളത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ളതാണ്. വ്യാജ ഐഡികൾ ഉപയോഗിക്കുന്നതിനാലും ഇത്തരം കമന്റുകൾക്ക് ശേഷം ID ഡിലീറ്റ് ചെയ്യുന്നതിനാലും നിയമ നടപടി സ്വീകരിക്കുക ശ്രമകരമായിരുന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരക്കാരെ സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് നേതൃത്വം ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുൾപ്പെടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഈ വ്യക്തിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. ഇയാൾ ജനപ്രതിനിധിയായി തുടരുന്നത് കേരള നിയമസഭയ്ക്കാകെ നാണക്കേടാണെന്നാണ് എന്തായാലും
ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ കടുപ്പിച്ചാണ് പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടത്. അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു, ശേഷം അബോർഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അത്തരം വീഡിയോകളൊക്കെ പുറത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഒരു അമ്മ കൂടിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള നല്ല ഗാംഭീര്യമുള്ള ഒരു വാക്ക് തന്നെയാണ്, പ്രതികരണം തന്നെയാണ് ടീച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പി ദിവ്യയുടെ ഒരു പോസ്റ്റ് വായിക്കാം. നല്ല ഗംഭീരമായിട്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് ട്രോൾ പോസ്റ്റ് ആണ്, അതൊന്ന് നോക്കിയാലോ. 3-4 പോസ്റ്റ് ഉണ്ട്. ഒന്ന്, ദ OLX ഫോർ സെയിൽ സെക്കൻഡ് ഹാൻഡ് കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, പ്ലേസ് പാലക്കാട്, പ്രൈസ് 000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ വെളിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കർമ്മ എന്ന് കൊടുത്തിട്ടുണ്ട് പി ദിവ്യയുടെ നെക്സ്റ്റ് പോസ്റ്റ് ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജയിച്ച ശേഷം ഇങ്ങനെ കുറെ പേര് തുള്ളുന്ന സംഭവമാണ്. എല്ലാവർക്കെതിരെ ഇപ്പൊ ആരോപണം വന്നിട്ടുണ്ടല്ലോ, അപ്പൊ എല്ലാവരും കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം പി ദിവ്യ വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. ഒരു കോഴിയെ നമുക്ക് അതിൽ കാണാൻ കേട്ടോ, ഒരു പൂവൻ കോഴിയെ. ഈ സമയത്ത് ഈ പൂവൻ കോഴിനെയാണല്ലോ നമ്മൾ കാണിക്കേണ്ടത്. എന്നിട്ട് മേളിൽ കൊടുത്തിരിക്കുന്നു, കോഴി കോഴി എന്ന് വിളിച്ച് കോഴി അപമാനിക്കരുത്, അതുക്കും മേലെ എന്ന് പി ദിവ്യ പറഞ്ഞിരിക്കുന്നു. എന്തായാലും പി ദിവ്യ അതിഗംഭീരമായുള്ള പ്രതികരണമാണ്, ട്രോളുകളാണ് അടിച്ചിട്ടുള്ളത്. ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒരു അടി കൊടുത്തിട്ടുണ്ട്. CPM-കാരെ കുറിച്ചാണെങ്കിൽ പാതിരാക്കി വരെ പത്രസമ്മേളനം വിളിക്കുന്ന ആളാ, മുഖം കണ്ടാൽ അറിയില്ലേ, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്, അറിഞ്ഞാലും പറയൂല. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ, പുറത്തു വന്ന വാർത്ത വെച്ചാണെങ്കിൽ നേതാക്കളുടെ കുടുംബക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളോടും ഇങ്ങനെയൊക്കെ തന്നെയാണത്രേ, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല, ഒന്നും അറിയില്ല എന്നൊക്കെയാണല്ലോ KPCC പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും KPCC പ്രസിഡന്റിനെയും എന്തായാലും പി ദിവ്യ ഗംഭീരമായിട്ട് ട്രോളിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷൈൻ ടീച്ചറിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഷൈൻ ടീച്ചർ ഇങ്ങനെയാണ് പറയുന്നത്: മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനിയുടെ മത സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്തു തന്നെയായാലും പൊതുസമൂഹത്തിൽ അന്തസ്സോടെ സ്വതന്ത്രമായി ഇടപെട്ട് ജീവിക്കുക എന്ന ഏതൊരു വ്യക്തിക്കുമുള്ള അവകാശം അവർക്കും ഉറപ്പാക്കേണ്ടതാണ്. ക്ഷമയുടെയും ആത്മാഭിമാനത്തിന്റെയും പരിധിക്കപ്പുറമാണ് അവർ പ്രതികരിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഒരു സ്ത്രീ തനിക്ക് അസ്വീകാര്യമായ ഭാഷയും പ്രകടനവും അസഹനീയമെന്ന് തുറന്ന് പ്രതികരിച്ചിട്ടും പൊതുപ്രവർത്തകയായ വ്യക്തിയും ആരാണെന്ന് വ്യക്തം, അവരുടെ നേതാക്കളും ഹൂ കേഴ്സ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് രോഗാതുരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ്. പ്രതികരിക്കുന്ന സ്ത്രീയുടെ വസ്ത്രവും മേക്കപ്പും നോക്കി അവർ പറയുന്ന കാര്യത്തെ അപഹസിക്കുന്നതും നമ്മുടെ സമൂഹത്തിന്റെ മാനസികാരോഗ്യം എത്ര ദുർബലമാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. അഭിമാനത്തോടെ സാമൂഹ്യ പ്രവർത്തനത്തിനെത്തുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ എല്ലാ അവകാശങ്ങളോടും കൂടി ഇടപെടാൻ കഴിയുന്ന ആൾ എന്ന നിലയിൽ പരിഗണിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ സ്ത്രീയെ ഭോഗവസ്തുവായി കാണുന്ന നികൃഷ്ട മനസ്സുകളുടെ കൂടാരങ്ങളും അവയെ താങ്ങി നിർത്തുന്ന അപരിഷ്കൃത സമൂഹ മനസ്സും കേരളത്തിന്റെ വിവിധ മേഖലകളിലെ കുത്തിപ്പിൽ കളങ്കം ചാർത്തുന്നതാണ് എന്ന് പറയാതെ വയ്യ. ഇങ്ങനെ ഷൈൻ ടീച്ചറിന്റെ പോസ്റ്റ് പോവുകയാണ്. ഷൈൻ ടീച്ചർ റിനിയുടെ ധീരതയെ കുറിച്ചാണ് പറയുന്നത്. റിനി നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തക കൂടിയാണ് റിനി എന്ന കാര്യം എടുത്തു പറയുകയാണ്. റിനി ഒരു നടി മാത്രമാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ പല മാധ്യമങ്ങളൊക്കെ ശ്രമം നടത്തുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിലെ നമ്പർ 1 ഒരു മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകയായിരുന്നു റിനി എന്നുള്ള കാര്യം ഒന്ന് പങ്കുവെക്കുകയാണ്. എന്തായാലും റിനി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പലരും പലതും തുറന്നു പറയാത്തതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഈ യൂത്ത് കോൺഗ്രസിന്റെ ഞരമ്പന്മാർ, യൂത്ത് കോൺഗ്രസിലെ ഈ ചില കോഴിക്കാട്ടങ്ങൾ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി ഇവരൊക്കെ വീണ്ടും സൈബർ റേപ്പ് ചെയ്യും, അല്ലെങ്കിൽ പല രീതിയിൽ ഇവരെ ആക്രമിക്കുമെന്ന് ഭയന്നിട്ടാണ് പലരും പല സത്യവും തുറന്നു പറയാത്തത്. എന്തായാലും വലിയൊരു ധീരത തന്നെയാണ് ഇവിടെ എന്തായാലും റിനി ആൻഡ് ജോർജ് കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റിനിയെ പോലുള്ള നിരവധി റിനിമാർ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരും. ഓരോ ആളുകളും പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ചാപ്പ കുത്താൻ വേണ്ടി ചില ആളുകളൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് വരുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത്തരക്കാരെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും റിനി ഈ ആരാണ് ആ യുവ നേതാവ് എന്ന കാര്യം പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ആ നേതാവ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വരും ദിവസങ്ങളിൽ കുറേയധികം ആളുകൾ റിനിനെ വിളിച്ചിട്ട് പല സ്ത്രീകളും പല പെൺകുട്ടികളും ഒക്കെ തങ്ങൾക്കുണ്ടായ ദുരനുഭവം, ആ യുവ നേതാവിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവം പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുമൊക്കെ ഇതുപോലെ ധൈര്യത്തോടെ മുന്നോട്ട് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിക്കകത്ത് തന്നെ അലയടിക്കുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഇനി ആരാണ് യൂത്ത് കോൺഗ്രസിനെ നയിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും ഈ വ്യാജ തിരിച്ചറി കാർഡൊക്കെ ഉണ്ടാക്കി തലപ്പത്ത് കയറിയ മൊയ്ന്ത് ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു മാലിന്യമാണ് തെറിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇയാളുടെ പ്രവൃത്തിയിലൂടെയും പല രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.